പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്നതും കാലവർഷത്തെ സ്വാധീനിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 1 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അതേസമയം സംസ്ഥാനത്ത് ഇത്തവണയും മഴക്കാലപൂർവ്വ ശുചീകരണ പരാജയം, വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതും ഫണ്ടിനായുള്ള കാത്തിരിപ്പുമാണ് പ്രവർത്തനങ്ങൾ താളം തെറ്റിച്ചത്. തലസ്ഥാന നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ പാഠം പഠിക്കാതെ ഇന്നും ജനങ്ങൾ മാലിന്യം വലിച്ചെറിയുകയാണ്. തദ്ദേശ, ആരോഗ്യ, മൃഗസംരക്ഷണം, വാട്ടർ അതോറിറ്റി, KSEB, PWD തുടങ്ങിയ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കൂ. തദ്ദേശ, ആരോഗ്യ വകുപ്പുകൾക്കാണ് പ്രധാന പങ്ക്. കാലവർഷത്തിന് മുൻപ് മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും പാലിച്ചില്ല. ഓടകൾ ശുചീകരിക്കൽ, നീർച്ചാലുകളും ജലാശയങ്ങളും വൃത്തിയാക്കൽ, ഡ്രൈഡേ ആചരിക്കൽ സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളൊന്നും പല പഞ്ചായത്തുകളിലടക്കം നടന്നില്ല. കാലവർഷം എത്തി ദുരിതപ്പെയ്ത്ത് തുടരുമ്പോഴാണ് ഇന്ന് പലരും മഴക്കാലപൂർവ്വ ശുചീകരണത്തെ പറ്റി ആലോചിക്കുന്നത് പോലും. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.